കൗതുകങ്ങൾ, മായക്കാഴ്ചകൾ എന്നീ വിശേഷണത്തെ 20-ാം നൂറ്റാണ്ടിന്റെ കല എന്നറിയപ്പെടുന്ന സിനിമയുടെ ചരിത്രം പരീക്ഷണങ്ങളുടെയും പരിശ്രമങ്ങളുടെയും കഥകൾ കൊണ്ട് സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ സിനിമ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു. കണ്ണുകൾ കാണുന്നതിനുമപ്പുറം സത്യമുണ്ട് എന്ന പ്രവചനത്തിന് ഉത്തരം തേടിയാണ് നിശ്ചല ചിത്രങ്ങൾ കൊണ്ട് സംവിധാനം ചെയ്ത മത്സരമായിരുന്നു ചലനചിത്രങ്ങളിലേക്കുള്ള വഴികാട്ടിയത്. ആന്റണി ലൂമിയർ ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ പിതാവിന്റെ ഫോട്ടോഗ്രഫി ബിസിനസ്സിൽ നിന്നാണ് ചലനചിത്രമായ സിനിമ എന്ന മാധ്യമത്തിലേക്ക് ഇരുവരും എത്തുന്നത്. 1895 ലൂമിയർ സഹോദരന്മാർ സിനിമാറ്റോഗ്രാഫ് എന്ന യന്ത്രം നിർമ്മിച്ചെടുക്കുകയും അതിലൂടെ അവർ ചലനചിത്രങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു. ഏകദേശം 50 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു നിശബ്ദ ചിത്രം അവർ നിർമ്മിച്ചെടുത്തു. അറൈവൽ ഓഫ് എ ട്രെയിൻ അറ്റ് ലാസിയോട്ട് എന്നതായിരുന്നു ആ നിശബ്ദ ചിത്രത്തിന്റെ പേര്. ഒരു ഫാക്ടറിയിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നതും ട്രെയിൻ വരുന്നത് പോലെയുള്ള ചെറിയ ദൃശ്യങ്ങൾ അടങ്ങിയതായിരുന്നു ആ നിശബ്ദ ചിത്രം. 1895 ഡിസംബർ 28 ഫ്രാൻസിലെ സാലോൺ ഇന്ത്യൻ ഡു ഗ്രാൻഡ് കഫേ എന്ന സ്ഥലത്ത് വെച്ച് ആദ്യത്തെ സിനിമാ പ്രദർശനം നടത്തി. തങ്ങളുടെയും ലോകത്തിന്റെയും ആദ്യ സിനിമയായി പ്രദർശിപ്പിച്ചപ്പോൾ അവർ ചിന്തിച്ചിരുന്നില്ല ലോകം മുഴുവൻ കൂട്ടിമുട്ടിക്കുന്ന ഒരു മാധ്യമം ആയി മാറുമെന്നും ചരിത്രമാകുമെന്നും ആ ചലച്ചിത്രങ്ങൾ. അന്നത്തെ ആളുകൾ ആദ്യമായി സ്ക്രീനിൽ ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ ട്രെയിൻ തങ്ങളുടെ നേരെ വരുന്നതായി തോന്നി അവർ പേടിച്ചിരുന്നു. പിന്നീട് സിനിമയുടെ ഭാവവും രൂപവും മാറാൻ തുടങ്ങി. ഭരണ സംവിധാനങ്ങളോടുള്ള എതിരുകളുടെ രാഷ്ട്രീയം, കറുത്ത ഹാസ്യത്തിൽ പൊതിഞ്ഞ ചാർലി ചാപ്ലിൻ എന്ന മഹാനടന്റെ കടന്നുവരവും സിനിമയെ കൂടുതൽ കരുത്തുറ്റതാക്കി. 28 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിലും സിനിമയുടെ കാഴ്ചകൾ കടന്നുവരാൻ തുടങ്ങി. ഇന്ന് നമുക്ക് കേട്ടുപരിചയമുള്ള ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, ഈ പുരസ്കാരത്തിന്റെ യഥാർത്ഥ ഉറവിടം ദാദാസാഹേബ് എന്ന സംവിധായകൻ തന്നെയാണ്. അദ്ദേഹം 1913 രാജാ ഹരിശ്ചന്ദ്ര എന്ന സിനിമ നിർമ്മിച്ചു. അതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയുടെ തുടക്കം. മലയാള സിനിമയ്ക്ക് 15 വർഷം കൂടെ കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ 1928 ജെസി ഡാനിയൽ വിഗതകുമാരൻ എന്ന നിശബ്ദ സിനിമ ഇറക്കി. നിശബ്ദ സിനിമയായതുകൊണ്ട് തന്നെ അതൊരു മലയാള സിനിമയാണോ എന്നതിൽ തർക്കങ്ങളും അന്നുണ്ടായിരുന്നു. സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിൽ ആർക്കും സിനിമയെടുക്കാം എന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് 1928 മുമ്പുള്ള ജെസി ഡാനിയലിന്റെ സിനിമാ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോഴാണ് നമ്മുടെ ഭാഗ്യം നാം മനസ്സിലാക്കേണ്ടത്. ജെസി ഡാനിയൽ തന്റെ ആദ്യ നായിക റോസിയെ കണ്ടെത്തിയതും ആദ്യ പ്രദർശനത്തിന് ശേഷം ഒരു ദളിത് സ്ത്രീയെ തിരശ്ശീലയിൽ അവതരിപ്പിച്ചതിന് വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും റോസി മലയാളത്തിലെ ആദ്യ നായിക നാടുവിട്ട് ഓടിയതും മലയാള സിനിമയുടെ ചരിത്രമാണ്. അതിജീവനത്തിന്റെ എങ്ങുമെത്താതെ തിരഞ്ഞു നടക്കുന്നവരാണ് ഏറെയും മനുഷ്യർ. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും അതിലും തീവ്രമായി ലോകത്തുണ്ട് എന്ന തിരിച്ചറിവുകൾ നൽകുന്നതും കലാപവും കരുണയും ഇടകലർന്ന കാഴ്ചയുടെയും സത്യമാണ് സിനിമ. 1995 ഒരു ചെറിയ ട്രെയിൻ വീഡിയോയിൽ നിന്ന് തുടങ്ങിയ സിനിമ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ വ്യവസായങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. പ്രശസ്തിക്കും പണത്തിനുമപ്പുറം തന്റെ അടയാളം അവശേഷിപ്പിക്കലും നിലപാടുകൾ രേഖപ്പെടുത്തലും ചേർത്ത് പിടിക്കലുമായിരിക്കണം സിനിമ.